മൈസൂർ ദസറയിൽ ചാമുണ്ടേശ്വരിയെ കണ്ടു തൊഴാൻ ഇക്കുറി ഇളയരാജയും എത്തുകയാണ്. എനിക്ക് ചാമുണ്ടേശ്വരിയെ കാണണം, അമ്മ എന്നെയും കാണണം. ഇളയരാജയുടെ വാക്കുകൾ. കന്നഡയിലുള്ള അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ നിമിഷങ്ങൾക്കുള്ളിലാണ് വൈറലായത്. ദസറ സംഗീത നിശയ്ക്ക് വേണ്ടിയാണ് ഇളയരാജ മൈസൂരിലെത്തുന്നത്. തന്നെ പരിപാടിക്കായി ക്ഷണിച്ചത് ദേവി തന്നെയാണ് എന്നാണ് ഇളയരാജ പറയുന്നത്. മൈസൂരിലെ ദസറ ആഘോഷങ്ങൾ വളരെ പ്രസിദ്ധമാണ്. നിരവധി ആളുകളാണ് മൈസൂരിലെ ദസറ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നത്. അതിമനോഹരമായി അലങ്കരിച്ച അനപ്പുറത്ത് ചാമുണ്ടേശ്വരി ദേവിയുടെ സങ്കീർണമായി അലങ്കരിച്ച വിഗ്രഹം വെച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പ്രസിദ്ധമാണ്. ഒപ്പം മനോഹരമായി അലങ്കരിച്ച കൊട്ടാരം ആഘോഷങ്ങളുടെ ഗാംഭീര്യം കൂട്ടും. മൈസൂരിലെ ദസറ ആഘോഷിക്കാൻ പോകുന്നവർ കൊട്ടാരത്തിലെ മഹത്തായ ദസറ ഘോഷയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടതും നിർബന്ധമാണ്. ഓർമ്മയിൽ സൂക്ഷിക്കാൻ മനോഹരമായ ഒരു അനുഭവമാണ് മൈസൂർ ദസറ. കൂടാതെ മനോഹരമായ വൃന്ദാവൻ ഗാർഡൻ കാണാം. ഒപ്പം രുചി വൈവിധ്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മൈസൂർ പാക്ക് ആസ്വദിക്കാം. ഗംഭീരമായ അലങ്കാരങ്ങൾ, ഘോഷയാത്രകൾ, എലിഫന്റ് പരേഡ്, അങ്ങനെ മനോഹരമായ ഒരു അനുഭവമാണ്. വൈദ്യുതി ദീപാലങ്കാരത്താൽ മനോഹരമായ മൈസൂർ കൊട്ടാരത്തിന്റെ കാഴ്ച തന്നെയാണ് ഏറ്റവും മനോഹരമായിരിക്കുക, പ്രൗഢമായിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദസറ ആഘോഷങ്ങളിൽ ഒന്നാണ് മൈസൂരിലേത്. എന്നാൽ കൊൽക്കത്തയിലേക്ക് പോയാലോ? ദുർഗാപൂജയാണ് ദസറയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയെ വ്യത്യസ്തമാക്കുന്നത്. കൊൽക്കത്തയിലെ ദുർഗാപൂജ ദസറയോടെ അവസാനിക്കും. ദുർഗാദേവിയുടെ സങ്കീർണമായ രൂപകൽപ്പന വിഗ്രഹങ്ങൾ തീക്ഷ്ണതയോടെ ആരാധിക്കുന്ന സാംസ്കാരിക ആഘോഷം കൂടിയാണ് ദസറ. നഗരത്തിലുടനീളം വ്യത്യസ്തമായ ആശയത്തോടുകൂടിയ പന്തലുകൾ അലങ്കരിക്കുന്നത് ഈ ആഘോഷത്തിന്റെ ഭാഗമാണ്. കൊൽക്കത്തയിലെ ദസറ ആഘോഷം അതിമനോഹരമാക്കാൻ ഉത്തര കൊൽക്കത്തയിലെ ദുർഗാപൂജ പന്തലുകൾ സന്ദർശിക്കാവുന്നതാണ്. കൂടാതെ രുചികരമായ പാനിപൂരി പോലുള്ള സ്ട്രീറ്റ് ഫുഡുകൾ, ഇതൊക്കെ ദസറ കാലത്തിന്റെ പ്രത്യേകതയാണ്. കൊൽക്കത്തയുടെ സാംസ്കാരിക വൈവിധ്യം അത് കലയിലൂടെയും സംഗീതത്തിലൂടെയും ആസ്വദിക്കുക. ദുർഗാദേവിയുടെ വിഗ്രഹങ്ങൾ ഹുഗ്ലി നദിയിൽ നിമജ്ജനം ചെയ്യുന്നതിന് സാക്ഷ്യം വഹിക്കുക. ഇതൊക്കെയാണ് കൊൽക്കത്തയിലെ ദുർഗാപൂജയുടെ അവിസ്മരണീയമായ അനുഭവങ്ങൾ. ഇനി ദില്ലിയിലേക്ക് പോയാലോ? ദില്ലിയിലെ ദസറ ആഘോഷങ്ങൾക്ക് അതിൻ്റെതായ ഭംഗിയും പാരമ്പര്യവുമുണ്ട്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാവണൻ, മേഘനാഥ്, കുംഭകർണ ഇവരുടെ കോലം കത്തിക്കുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഏറ്റവും പ്രസിദ്ധമായത് രാംലീല മൈതാനത്താണ്. രാമായണം വിവരിക്കുന്ന ഒരു വലിയ നാടക പ്രകടനം മൈതാനത്ത് നടക്കാറുണ്ട്. രാംലീല മൈതാനത്തിൽ നടക്കുന്ന രാമായണ നാടക അവതരണത്തിന് ഒരിക്കലെങ്കിലും സാക്ഷിയാകേണ്ടതാണ്. കൂടാതെ ദില്ലിയിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയും പരമ്പരാഗത വസ്ത്രങ്ങൾ വാങ്ങുന്നതിനായി ദില്ലി ഹാട്ട് സന്ദർശിക്കുകയും ചെയ്യാവുന്നതാണ്. വാരണാസിയിലെ ദസറ, അവിടെ ആഘോഷങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. രാവൺ വധ അഥവാ രാവൺ പൊടി എന്നാണ് വാരണാസിയിലെ ആഘോഷങ്ങൾ അറിയപ്പെടുന്നത്. ഗംഗയുടെ തീരത്ത് രാവണൻ, മേഘനാഥ്, കുംഭകർണ എന്നിവരുടെ പ്രതിമകൾ കത്തിക്കുന്നു. ദസറ ആഘോഷവേളയിൽ ഗംഗാനദിയുടെ തീരം മതപരമായ ചടങ്ങുകളാൽ സജീവമാകുന്നു. പ്രദേശവാസികളും തീർത്ഥാടകരും ഗംഗ ആരതിക്കായി ഒത്തുകൂടുന്നു. ഘാട്ടുകൾ വിളക്കുകൾ കൊണ്ട് പ്രകാശമയമാകുന്നത് ഒരു മനോഹര കാഴ്ചയാണ്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂതിയ ഒരു അനുഭവമാണ് വാരണാസിയിലെ ദസറ നൽകുന്നത്. വാരണാസിയിലെ ദസറ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്നവർ ഗംഗ ആരതിക്ക് സാക്ഷ്യം വഹിക്കണം. കൂടാതെ നഗരത്തിലെ പുരാതന ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും വേണം. സ്വാദിഷ്ടമായ സ്ട്രീറ്റ് വിഭവങ്ങൾ കഴിക്കുകയും വേണം. വർണ്ണാഭമായ ഘോഷയാത്രകളുണ്ട്, സാംസ്കാരിക പ്രകടനങ്ങളുണ്ട്, പരമ്പരാഗതമായ ആചാരങ്ങളുണ്ട്. ഒരാഴ്ചയോളം ഇവിടുത്തെ ദസറ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കും. എന്തായാലും മറ്റൊന്ന്, രഘുനാഥ് ദേവന്റെ വിഗ്രഹം ഒരു രഥത്തിൽ സംഗീതത്തിന്റെ നൃത്തത്തിന്റെ അകമ്പടിയോടുകൂടി കൊണ്ടുപോകുന്നതാണ് മനോഹരമായ ദസറ ആഘോഷങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ആചാരം. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യയുടെ ദസറ അനുഭവിച്ചറിയാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദസറ കാലത്ത് ഒരിക്കലെങ്കിലും നിങ്ങൾ നോർത്തിലേക്ക് പോകണം. നോർത്തിൽ ചെന്ന് നോർത്തിലെ പല ഏരിയയിലും, അതായത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഉത്തർപ്രദേശിൽ, കൊൽക്കത്തയിൽ, കുളൂല് ഒക്കെ പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായ ദസറ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നവരാത്രി കാലം എന്ന് പറയുന്നത് പരിപാവനമായ കാലം. നമ്മൾ എന്ന് ഞാൻ പറഞ്ഞത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം പരിപാവനമായ ഒരു കാലമാണ്. ആ സമയത്ത് അമ്പലങ്ങളിലെല്ലാം നവരാത്രി പൂജകൾ, നവരാത്രി പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ അതെല്ലാം ഉണ്ടാവും. പക്ഷെ കുറച്ചുകൂടി കളർഫുൾ ആണ് ഉത്തരേന്ത്യയിലേക്കുള്ള ദസറ കാഴ്ചകൾ. എന്തായാലും കളർഫുൾ ആയിട്ടുള്ള ഏത് ആഘോഷവും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നതാണ്. അതുപോലെ ദസറയുടെ ഈ കാലവും എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. ന്യൂസ് ഡെസ്ക് കർമാനസ്.